പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക ടെലിവിഷൻ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. TV മുത്തശ്ശൻ. അപ്പൂപ്പ, ഈ TV ഇനി നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ പാർട്സ് ഒന്നും കിട്ടില്ല. നിസ്സാര വിലയ്ക്ക് പുതിയ TV കിട്ടും. ഒരെണ്ണം വാങ്ങിയാൽ പോരെ? എത്ര കാലമായി നമ്മോടൊപ്പമുള്ളതാണ്. ഏതാണ്ട് 30 വർഷം മുമ്പ് വാങ്ങിയതാ. മുക്കിയും മൂളിയും ഒരുവിധം ഇവിടം വരെ എത്തിയില്ലേ? ഇനി മാറ്റാൻ പറ്റിയാലാവാം. മുത്തശ്ശൻ നെടുവീർപ്പിട്ടു. വർഷങ്ങളായി വീടിൻ്റെ സ്വീകരണ മുറിയിൽ തെളിഞ്ഞു നിന്നിരുന്ന ടെലിവിഷൻ, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പ്രിയതോഴൻ. 3 പതിറ്റാണ്ട് കാലമായി അവരുടെ കുടുംബാംഗമായി കഴിഞ്ഞ ആ ടെലിവിഷനാണ് ഉപയോഗശൂന്യമായി മാറിയത്. മുത്തച്ഛ, ഇനി TV വാങ്ങണ്ട. ഫോണിലെല്ലാം കാണാലോ, ഞങ്ങൾ ശരിയാക്കി തരാം. അതെ, TV കാഴ്ചയൊക്കെ പഴഞ്ചൻ രീതിയാ, കുഞ്ഞുങ്ങളുടെ അമ്മയും പറഞ്ഞു. മുത്തച്ഛൻ വിഷമത്തോട് തല താഴ്ത്തി ഒന്നും മിണ്ടാതെ മുറിയിൽ പോയിരുന്നു. വർഷങ്ങളായി വാർത്തകളിലൂടെ, വിശേഷങ്ങളിലൂടെ ലോകവിവരങ്ങൾ, കാണാക്കാഴ്ചകൾ കൺമുന്നിലെത്തിച്ച പ്രിയ തോഴൻ ഇല്ലാതായ പോലെ, താൻ അനാഥനായ പോലെ. മുത്തശ്ശിക്കും വലിയ വിഷമമായി. ഒന്നും മിണ്ടാതെ വഴിയിലേക്ക് കണ്ണും നട്ട് എന്തോ ചിന്തിച്ചിരുന്നു. അവരുടെ നിശബ്ദത വീടിനെ വല്ലാതെ ഉറക്കിക്കളഞ്ഞു. മുത്തച്ഛൻ്റെ ശബ്ദം മുഴങ്ങുന്ന സന്ധ്യാവേള. ശബ്ദം കൂട്ടിവെച്ച് TVയും കേൾക്കാം. മുത്തശ്ശിയുടെ തുടർ പരമ്പരകൾ കണ്ടുള്ള പൊട്ടിച്ചിരികൾ. രാവിലത്തെ പത്രം പോലെ വൈകുന്നേരങ്ങളിൽ ചായയും ചെറുകടിയുമായി വാർത്തകൾ പങ്കുവയ്ക്കുന്ന TV, സിനിമ, ചിത്രഗീതം, കാർട്ടൂൺ, കുട്ടികളുടെ പരിപാടികൾ, മുതിർന്നവരുടെ പരിപാടികൾ, തിരുവാതിരക്കളി, കഥകളി, അങ്ങനെ അവരുടെ ലോകം ആ പെട്ടിയുടെ കൂടെയായിരുന്നു. ശരി, ഫോണിലെല്ലാം കാണിക്കും, മുത്തശ്ശൻ സ്വയം പറഞ്ഞു. പക്ഷേ വീട്ടിലെല്ലാവരെയും ഒപ്പം ചേർത്തിരുത്താൻ സാധിച്ചിരുന്നത് ഈ TVക്കല്ലായിരുന്നോ? ലോകത്ത് നടക്കുന്ന വാർത്തകൾക്കൊപ്പം നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സംഗീതവും അതിലൂടെയല്ലേ കുഞ്ഞുങ്ങൾ കേട്ടിരുന്നത്? ആ പാവത്തിൻ്റെ ശബ്ദം പതറി. നഷ്ടബോധവും സ്നേഹനൊമ്പരവും കേട്ടപ്പോൾ പേരക്കുട്ടികൾ തമ്മിൽ നോക്കി. പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾ വലിയൊരു സമ്മാനവുമായിട്ടാണ് വന്നത്. മുത്തച്ഛ, ഇത് വെറുമൊരു യന്ത്രമല്ല, നമ്മുടെ സഹയാത്രികൻ കൂടിയാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള ഒരു കാരണം തന്നെയാണിത്, അവർ മന്ദഹാസത്തോടെ പറഞ്ഞു. പുതിയ TVയുടെ വെളിച്ചത്തിൽ മുത്തച്ഛനും മുത്തശ്ശിയും തമ്മിൽ നോക്കി ചിരിച്ചു. ബന്ധങ്ങളെ ബന്ധിപ്പിക്കുന്നതെല്ലാം വെറും യന്ത്രങ്ങളല്ല. ജീവിതത്തിൻ്റെ യാന്ത്രികത മാറ്റാൻ ഇവയ്ക്ക് കഴിയുന്നുവെന്ന വലിയ തത്വം ആ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി.